ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മുല്ലപ്പൂവിന്റെ കളറുള്ള ഇഡലി ഉണ്ടാക്കാം. മുല്ലപ്പൂവിന്റെ കളറുള്ള ഇഡലി എന്ന് പറഞ്ഞാൽ അത്രയേ ഒരു ഇഡലിക്ക് വെളുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുല്ലപ്പൂവിന്റെ കളറുള്ള ഇഡലി എന്ന് പറഞ്ഞത്. നമ്മള് പൂ പോലത്തെ ഇഡലി എന്ന് പറയില്ലേ, അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പൂവിന്റെ തന്നെ കളറുള്ള ഇഡലി. ഇത് സാധാരണ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇഡലിയുടെ ഇൻഗ്രീഡിയൻസിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇഡലി ഈ ഒരു കളർ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇഡലി റൈസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഡലി പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചേർക്കേണ്ട അളവിൽ തന്നെ ചേർക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വൈറ്റ് കളറിൽ തന്നെയുള്ള ഇഡലി ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു ഇഡലി നമ്മൾ ഇഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇഡലി തട്ടിൽ ഒരു തുണി നനച്ച് പിഴിഞ്ഞു വെച്ചിട്ട് അതിലേക്ക് ഇഡലി മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ആ ഇഡലിയുടെ അടിഭാഗവും ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് ഇല്ലാതെ, എണ്ണ പിടിച്ചിരിക്കുന്ന ആ ഒരു വ്യത്യാസം ഇല്ലാതെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുന്ന ടൈമും അതുപോലെ തന്നെ അരച്ചു വെക്കുന്ന ടൈമും ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചാലേ നമ്മുടെ ഇഡലി പെർഫെക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡലി മാവ് അരച്ചിട്ട് ഒരുപാട് അങ്ങ് പുളിച്ചു പോകുന്ന രീതിയിൽ നിങ്ങൾ വെക്കരുത്. അത് ഇഡലി മാവ് എന്നല്ല, നമ്മൾ ദോശയുടെ അപ്പത്തിന്റെ ഒക്കെ മാവാണെങ്കിലും വല്ലാതെ പുളി കൂടിയുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇഡലി ആയാലും ദോശ ആയാലും അപ്പമായാലും ഒന്നും കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ആ ഒരു പുളി കൂടിയാലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. അത് എന്തുകൊണ്ടാണ് പുളി കൂടുന്നതെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഇതുപോലെ ഇത്രയും സമയം വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 6 മണിക്കൂർ 8 മണിക്കൂർ എന്നുള്ളതിന് പകരം 10-12 മണിക്കൂർ വെച്ചാലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഇഡ്ഡലിമാവും ദോശമാവും പുളിച്ചു പോയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറയാറുണ്ട് ഇത് നന്നായിട്ട് പുളിച്ചു വരിക എന്നുള്ളത്. ആ പുളി കൂടിയാലുള്ള ടേസ്റ്റ് ഡിഫറൻസ് പുളിക്കാതെ ഉള്ളത് കഴിച്ചാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുളിച്ച മാവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനി അതുപോലെ ഒന്നും ചെയ്യാതിരിക്കും. പുളിപ്പിക്കാതെ ചെയ്തിട്ടുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് അത് എൻജോയ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറെ ആളുകൾ ഇപ്പൊ എന്റെ അടുത്ത് പല റെസിപ്പിയിലും ചോദിക്കാറുണ്ട് ഇതിൽ പുളി ചേർക്കണ്ടേ, തക്കാളി ചേർക്കണ്ടേ, തക്കാളി ചേർത്തില്ലെങ്കിൽ പെർഫെക്റ്റ് ആവോ, പുളി ചേർത്തില്ലെങ്കിലും പെർഫെക്റ്റ് ആവുന്നു. പക്ഷെ അത് നിങ്ങൾ ആ പുളി ചേർത്തും തക്കാളി ചേർത്തും ഉപയോഗിച്ചിട്ട് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാതിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെയാണ് നമ്മുടെ ദോശയുടെ ഇഡലിയുടെയും കാര്യം. അപ്പൊ ഇതാ ഞാൻ ഇന്ന് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ചുരിദാർ ഇട്ടു. സിന്ധു ആണ് എന്റെ അടുത്ത് പറഞ്ഞത് സാരി ഉടുക്കുന്നതാണ് കേട്ടോ ഭംഗി എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഞാൻ സാരി ഉടുക്കാൻ തന്നെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ധൃതി പിടിച്ചു വരുമ്പോൾ ചുരിദാർ ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുല്ലപ്പൂ ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മുല്ലപ്പൂ ഇഡലി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇഡലി റൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരാറുണ്ട്, ഇഡലി റൈസ് ഏതാണ്, പച്ചരി യൂസ് ചെയ്താൽ മതിയോ? അപ്പോൾ ഇതിൽ ഇഡലി റൈസ് തന്നെ യൂസ് ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. പച്ചരി അത്ര പെർഫെക്റ്റ് ആവില്ല. ഇതാണ് ഇഡലി റൈസ്. ഇതുപോലെ വളരെ ചെറിയ അരിയാണ്, ഉരുണ്ടിരിക്കുന്ന അരി. അത് ഇഡലി റൈസ് ഏതാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഇഡലിയിൽ മാത്രം നമ്മൾ സാധാരണ നമുക്ക് അവൈലബിൾ ആവുന്ന പച്ചരി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആവില്ല. പിന്നെ പച്ചരിയിൽ ചെയ്യുകയാണെങ്കിലും ഒട്ടും തന്നെ പശയില്ലാത്ത പച്ചരി എടുക്കുക, അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ ഇഡലിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചൗവരിയാണ്. ഇതുപോലെ നല്ല കളറുള്ള ചൗവരി എടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൗവരി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചൗവരി ഉണ്ടാവും, ഇതുപോലെ കളറുള്ള ചൗവരി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ചൗവരി തന്നെ വാങ്ങിക്കുക. പിന്നെ ഉഴുന്നെടുക്കുമ്പോഴും ഉഴുന്ന് പരിപ്പിനേക്കാൾ നല്ലത് ഉഴുന്ന് ബോൾ തന്നെ വാങ്ങിക്കുക. ഉഴുന്ന് ബോളാവുമ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും ഉഴുന്നോട ഉണ്ടാക്കിയാലും ഇപ്പോൾ വട കൂട്ടുകറി എല്ലാ ഉഴുന്ന് ചേർത്തിട്ടുണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയിലും ഉഴുന്ന് പരിപ്പിനേക്കാൾ കൂടുതലായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് ഉഴുന്ന് ചേർക്കുമ്പോഴോ ഉഴുന്ന് ബോൾ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാനത് ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടും ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാറുണ്ട്, ഉഴുന്ന് ബോൾ ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. ഉഴുന്ന് ബോൾ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉഴുന്ന് പതഞ്ഞു വരുള്ളൂ. അത് ഉഴുന്നോടയ്ക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്ന് ബോളാണെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് പതഞ്ഞു വരും, ഇല്ലെങ്കിൽ അധികം പതഞ്ഞു വരില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ. അപ്പോൾ ഇത് അരിയും ഉഴുന്നും നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് തന്നെയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ വെള്ളത്തിൽ സോക്ക് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ
ഉലുവയും കൂടി ചേർക്കുക. ഇത് 4 മണിക്കൂർ സോക്ക് ചെയ്യണം. അരിയും ഉഴുന്നും ഉലുവയും ചേർത്തിട്ട്. ചവ്വരി നമ്മൾ 1 മണിക്കൂറാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈം ശ്രദ്ധിക്കുക, ടൈം കറക്റ്റ് ആയിരിക്കണം. ഇത് സോക്ക് ചെയ്ത് 3 മണിക്കൂറാകുമ്പോൾ ചവ്വരി വേറെ ബൗളിൽ വെള്ളമൊഴിച്ച് വയ്ക്കുക. അതിനുശേഷം സോക്ക് ചെയ്യുക. ഞാൻ ഈ വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരിയും ഉഴുന്നും എല്ലാം സോക്ക് ചെയ്ത് വയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ്. അപ്പോൾ വാഷ് ചെയ്യാതെയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വെള്ളം വാഷ് ചെയ്ത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയേണ്ടി വരും. പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കേണ്ടി വരും. അപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിതെല്ലാം സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി റൈസും ഉഴുന്നും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ, 4 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തപ്പോൾ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും ചേർത്ത് 4 മണിക്കൂറായി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ട് ഈ ഇഡ്ഡലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് എടുക്കുന്ന പോലെയല്ല. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉഴുന്നും അരി എടുക്കുമ്പോൾ 2:1 എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുക. 2 കപ്പ് അരിക്കാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന്, അങ്ങനെയാണ് എടുക്കാറുള്ളത്. ഇതാകുമ്പോൾ 4 കപ്പ് അരിക്കാണ് നമ്മൾ 1 കപ്പ് ഉഴുന്നെടുക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്തത്. അരിയും ഉഴുന്നും 4 മണിക്കൂറാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. ചവ്വരി 1 മണിക്കൂറാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 1/2 കപ്പ് ചവ്വരി. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ അരിയും ഉഴുന്നും അളക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പകുതി അളവിൽ ചവ്വരി എടുക്കുക. അല്ലെങ്കിൽ 100 ഗ്രാം ചവ്വരി. നിങ്ങൾ 4 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 100 ഗ്രാം ചവ്വരി അല്ലെങ്കിൽ 1/2 കപ്പ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കുന്നത്, ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഐസ് വാട്ടർ യൂസ് ചെയ്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ അരി ഉഴുന്നും അധികം ചൂടാവാതെ അരഞ്ഞു കിട്ടും. ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഐസ് വാട്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലാണെങ്കിൽ 2 or 3 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഗ്രൈൻഡറിലാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം. ഉഴുന്നും അരിയും എല്ലാം നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അരി സോക്കായി കുതിർന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് അരച്ചെടുത്തത്. അപ്പോൾ പൊങ്ങി വരുമ്പോൾ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 പാത്രത്തിലായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്യാനും മറക്കരുത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 2 പാത്രത്തിൽ അരച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 or 3 പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം, ഇപ്പോൾ നമ്മൾ 2-3 ദിവസത്തേക്കായിട്ട് ഒരുമിച്ച് മാവ് അരച്ച് വയ്ക്കുകയാണെങ്കിൽ ഓരോ ദിവസമായിട്ട് ഇഡ്ഡലിയോ ദോശയോ ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണ് ഈ മാവ് അരച്ച് വയ്ക്കുന്നതെങ്കിൽ 6 മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഇല്ല തണുപ്പുള്ള ക്ലൈമറ്റിലാണെങ്കിൽ 8 or 10 മണിക്കൂർ എടുക്കുക. നമ്മൾ ഏത് ക്ലൈമറ്റിലാണ് മാവ് അരച്ച് വയ്ക്കുന്നത്, നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേഗം പൊങ്ങി വരും. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇത് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുണി നനച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി മാവ് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ അപ്ലൈ ചെയ്യാതെ തന്നെ വേഗം തന്നെ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തുണി നനച്ചത് വെക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വിട്ട് കിട്ടും. പക്ഷെ എനിക്ക് ആ എണ്ണ പുരട്ടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് മുഴുവൻ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇഡ്ഡലി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കുക, അതാണ് ഇഡ്ഡലി കുക്ക് ആവുന്നതിൻ്റെ പാകം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ഉടനെ തന്നെ എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഇഡ്ഡലികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയുള്ള മാവ് എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ.
അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ. അപ്പോൾ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ തേങ്ങ ചട്നി അല്ലെങ്കിൽ ഉള്ളി ചട്നി, തക്കാളി ചട്നി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇഡ്ഡലി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, വളരെ സോഫ്റ്റാണ് ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഇഡ്ഡലിയുടെ കൂടെ പിന്നെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്നിപ്പൊടിയില്ലേ, ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഈ ചമ്മന്തിപ്പൊടിയും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കുകയാണെങ്കിലും സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും ആ ചമ്മന്തിപ്പൊടിയും കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ചമ്മന്തിപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി കഴിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ 2 ഇഡ്ഡലി പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പാറും ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിത്ത് യുവർ പെർമിഷൻ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം ചേർത്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുണ്ടാക്കി കഴിക്കില്ലേ? ഞാനും കഴിക്കട്ടെ കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.